നമ്മുടെ ഈ അയവ് വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയത് കാൽനട യാത്രക്കാരാട്ടോ. ഇത് കണ്ടില്ല നിങ്ങളെ? നമ്മുടെ NHന്റെ സൈഡിലൊക്കെ എന്ത് ഉണ്ട്, നമുക്ക് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇല്ല, ചില സ്ഥലത്ത് മാത്രം. അതായത് ഒരു 100% എന്നൊക്കെ നമ്മൾ ശതമാനം കൂട്ടുകയാണെങ്കിൽ വെറും 20% ഇതുപോലെ നടപ്പാതകൾ കിട്ടും. കണ്ടില്ല നിങ്ങള്? അപ്പൊ ഈ ഷോപ്പിലുള്ള വഴിക്കും വേണ്ടിയിട്ട് ഇവിടെ അപ്പൊ നമ്മളിവിടെ ഇറങ്ങണം, വീണ്ടും കയറണം. അതിനിടയിൽ പോസ്റ്റ്, ചെടികള്, കച്ചറകള്, ഒരു എന്താ പറയാ, ഒരു മനുഷ്യന് ഒരു ഉപകാരമില്ലാത്ത ഒരു നടപ്പാതയാട്ടോ ഈ ദേശീയപാതന്റെ സൈഡിലുള്ളത്. ഇത് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്റെ അഭിപ്രായത്തിൽ ടോള് പിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പല കണ്ടീഷൻസും ഉണ്ട്. അതിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഈ പറഞ്ഞ നടപ്പാത. ഒരു മനുഷ്യന് ഒരു ഉപകാരം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്റെ നാട്ടില്, അതേപോലെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു അവസ്ഥയാണ്. ഇത് കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ ഇറങ്ങി നടക്കണം, വീണ്ടും ഇതാ പൊട്ടി പൊളിഞ്ഞ് ഇതാ കണ്ടില്ലേ, ഫ്രീ ആയിട്ട് കിടക്കണം. വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ മേലേക്ക് കയറണം, അതേപോലെ നടക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞാല് ഇതാ കണ്ടില്ലേ, ഇവിടെ ഒരു ക്യാപ്പ്. ഇതൊക്കെ ഓരോ ഷോപ്പിലേക്കും വീടുകളിലേക്കും ആവശ്യത്തിന് ഇങ്ങനത്തെ ക്യാപ്പ് ഇടണേ. പക്ഷെ എന്നാലും ഇതുകൊണ്ട് എന്ത് ഉപകാരമാണ് ഈ കാൽനട യാത്രക്കാർക്ക് കിട്ടുന്നത് എനിക്ക് ഒരു പിടുത്തമില്ല. ഇതേപോലെ നമ്മൾ ഈ ഡ്രെയിനേജിന്റെ മേലിലൂടെ നടക്കാന്നല്ലാതെ ഒരു രക്ഷയില്ല കേട്ടോ. ഇതാ വേറെ നല്ലൊരു കോമഡി കാണിച്ചില്ല. അപ്പൊ ഞാൻ നടന്ന് നടന്ന് വന്ന് ഇതൊരു ബിൽഡിംഗ് ആണ് വരുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഇവിടെ എത്തിയ സമയത്ത് എന്തായി, ഇത് അവസാനിച്ചു. ഇവിടുന്നാണ് ഇനി എന്തില്ല, നടപ്പാത ഇല്ല. നമ്മളെ റോഡിലൂടെ സൈഡിലൂടെ, അതായത് ഡ്രെയിനേജിന്റെ മേൽക്കൂടെ നടന്നു പോകണം. അവിടെ അവസാനിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ട് എന്തില്ല, നടപ്പാത ഇല്ല. കണ്ടില്ല നിങ്ങള്? ഇതാണ് നമ്മളെ നാട്ടിലെ അവസ്ഥ. ഇതുകൊണ്ട് എന്ത് നേട്ടാണ് ഈ NHന്റെ അല്ലെങ്കിൽ നടപ്പാത കൊണ്ട്? നമുക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അതേപോലെ ആ സൈഡ്, ഓപ്പോസിറ്റ് സൈഡിലൊന്നും നടപ്പാതാന്ന സാധനം തന്നെ ഇല്ല കേട്ടോ. കണ്ടില്ലേ? ഇവിടെ വലിയൊരു ചെറിയൊരു മതില്, ഒരു 4 അടിയോളം ഹൈറ്റില് മതില് കെട്ടിയിട്ട് ഇവിടെ ബിൽഡിംഗ് ആണ് വരുന്നത്. അതിനിടയിലാണ് അതേപോലെ തന്നെ എല്ലാ ഭാഗത്തും ബസ് സ്റ്റോപ്പ് ഇല്ല. ഇതൊക്കെ ഞങ്ങള് ബസ് കയറാൻ ഉപയോഗിക്കുന്ന ബസ് സ്റ്റോപ്പ്. ഇതൊക്കെ ഇവിടുത്തെ സംഘടനകൾ ഉണ്ടാക്കിയതാണ്. കാരണം ബസ് നിർത്തുന്നില്ല. അതേപോലെ മഴ കൊള്ളുമ്പോഴൊക്കെ കയറി നിൽക്കാനൊന്നും സ്ഥലം കേട്ടോ. പിന്നെ ഇവിടുന്ന് അവിടുന്ന് ഒരു കുറച്ച് ഭാഗത്താ വീണ്ടും അതേപോലെ തന്നെ എന്തുണ്ട്, കണ്ടില്ലേ? നടപ്പാത ഒരു മനുഷ്യന് ഒരു ഉപകാരം ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ നമ്മുടെ നാട്ടിലുള്ള ഈ നടപ്പാത കേട്ടോ. കണ്ടില്ലേ? പൊട്ടിപ്പൊളിഞ്ഞ് കണ്ടോ? ഈ സൈഡിലൂടെ വേണം നമ്മളൊക്കെ നടന്നു പോകാൻ. അപ്പൊ 2 ട്രാക്കിലൂടെ ഇവിടുന്ന് വണ്ടി ബാക്കിൽ നിന്നും വരും, മുമ്പിൽ നിന്നും വരും. ഓപ്പോസിറ്റ് പോകണം. കാരണം നമ്മളെ ഈ നാട്ടില് നമുക്ക് ഓപ്പോസിറ്റ് പോകണം. അതായത് എല്ലാവരും എന്ത് ചെയ്യും, ഓപ്പോസിറ്റാ പോക്ക്. എനിക്കിപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഇവിടുന്ന് രണ്ടത്താണി, ആ കാണുന്ന രണ്ടത്താണിയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ ആ പച്ച ബോർഡ് അതൊക്കെ അത്രയും ദൂരം പോയിട്ട് തിരിഞ്ഞിട്ട് വേണം സർവീസ് റോഡിലോട്ട് അങ്ങനെ തിരിഞ്ഞാൽ. അപ്പൊ ഇതിന് 3-4 കിലോമീറ്റർ ആയി. ഇതാണ് ഈ കാണുന്നതാണ് രണ്ടത്താണി അങ്ങാടി, ആ ബോർഡ് കാണുന്ന സ്ഥലം. അവിടെയൊക്കെ പോയി എത്ര കറങ്ങണത്. അപ്പൊ ഞാനും ഇവിടെ നാട്ടിലൊക്കെ ഇതിന് നേരെ അങ്ങോട്ട് ഓപ്പോസിറ്റ് പോകും. അപ്പൊ ഈ റോഡ് കൊണ്ട് ഭയങ്കര കഷ്ടപ്പാടാ. ഇതുപോലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന വേറെ ആരൊക്കെ ഉണ്ട്?